കല്യാണശീലേ കിളിമകളെ നല്ല വിശേഷപ്പെട്ട ഒരു വ്യക്തിയെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വീരൻ ശത്രുജനത്തെ ഒഴിപ്പതിനായി അർത്ഥാന്ന ചൂടനെ സേവ ചെയ്തു. നമസ്കാരം, ഞാൻ നാരായണ പെരുവണ്ണൻ. അച്ഛൻ്റെ പേര് പനക്കാട്ട് ഒതേൽ പെരുവണ്ണൻ, അമ്മയുടെ പേര് മാമ്പയിൽ പാജു. രണ്ടാളുടെയും ഇളയ മകനാണ് ഞാൻ. പരമോന്നത ബഹുമതിയായ സിവിലിയൻ 4ാമത്തെ പത്മശ്രീ അവാർഡിന് അർഹനായി. ഇനി നമുക്ക് നമ്മുടെ സല്ലാപത്തിലേക്ക് കിടക്കാം. സല്ലാപത്ത് പറയുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം. അപ്പോൾ ബാല്യം മുതൽ ഇങ്ങോട്ടുള്ള കാര്യമാണ് എനിക്കറിയേണ്ടത്. ഈ പത്മശ്രീ വരെ എത്തുന്നതിന് എന്തുമാത്രം സഹനങ്ങളാണ് നാരായണേട്ടൻ സഹിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ താണ്ടി വന്നിട്ടുള്ള ആ വഴികൾ, ആ കഥകളൊക്കെയാണ് എനിക്കൊന്ന് കേൾക്കേണ്ടത്. ഒന്ന് പറഞ്ഞുതരാം. 4 വയസ്സ് മുതലാണ് നമ്മൾ തെയ്യത്തിന്റെ വേഷം തുടങ്ങുന്നത്. അച്ഛനാണ് ഇതെല്ലാം പഠിപ്പിച്ചത്. അപ്പോൾ ആദ്യം വേടം കെട്ടിലാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി അന്നേരം ഒന്നും അറിയില്ല. ചില വേഷം കിട്ടുക, നമ്മൾ അച്ഛൻ്റെ ഒപ്പം പോവാ, അച്ഛൻ മുട്ടിയിട്ട് പാട്ട് പാടുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അത് മാത്രമേ നമുക്ക് അറിയില്ല. പക്ഷെ അന്ന് മുതലേ ആദ്യമായി കെട്ടിക്കുമ്പോ നമുക്ക് ഇതിലേക്ക് ഒരു പ്രത്യേക ഒരു ആകർഷണം ഉണ്ടായി. അതായത് ചെറുപ്പത്തിൽ പാടം കെട്ടുമ്പോൾ പങ്കന്മാർ പറയും പിന്നെ മത്സ്യം കൂട്ടാൻ പാടില്ല, നാളെ പാടം കെട്ടേണ്ടതാണ്, മത്സ്യം കൂട്ടാൻ പാടില്ല, ഒരു തോന്നല്. തെയ്യാണല്ലോ, എന്തായാലും നമ്മൾ തെയ്യായില്ല, അതിനെപ്പറ്റി ഒന്നും അറിയുന്നൊരു പ്രായത്തിലും അല്ല. 4 വയസ്സെന്ന് വരുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ അമ്മ പറയും മോൻകുട്ടിക്കോ, അവര് വെറുതെ അമ്മ മോനെ ഇതാക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് പറയും. പക്ഷെ എന്തോ ഇനി അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി എനിക്കെന്തോ അതിലെന്തോ പിന്നെ ആ ഒരു അനുഷ്ഠാനത്തോട് എന്തോ എനിക്കൊരു സത്യമായിരിക്കുന്ന കാര്യമാണെന്ന് തോന്നലുണ്ട്. അപ്പൊ തെയ്യത്തിന് തുടക്കം അങ്ങനെയാണ്, ഒരു പ്രത്യേക മമത വരികയാണ്. ആ തെയ്യത്തോട് അങ്ങനെ ഒരു ഇത് വരുമെന്ന്. അപ്പൊ ആ മത്സ്യം കൂട്ടാൻ പാടില്ല, നമ്മളൊരു കോലം കെട്ടാൻ വേണ്ടി പോകുന്നു, അപ്പൊ കെട്ടാൻ പാടില്ല. അപ്പൊ അന്ന് മുതലേ നമുക്ക് അതിലേക്കുള്ള ഒരു ഇത് ട്രെയിനിങ്. ഇപ്പൊ വേടം കെട്ടിക്കൽ ട്രെയിനിങ് ആണ്. ഒന്ന് ചെറുപ്പത്തിലെ കുട്ടികളെ ഇവരെ ഈ വഴക്കും കാര്യങ്ങളും അല്ലെങ്കിൽ മാനസികാവസ്ഥയും അതൊക്കെ പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടം. അത് വേടം കെട്ടിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ. അപ്പൊ വേടം കെട്ടി ചില കുട്ടികളെല്ലാം കേട്ട് ഛർദിക്കും. അപ്പൊ ഈ നമ്മളെ മുഖത്തിരുന്ന മണലേന്റെ മണം കേട്ടാൽ ഛർദി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ആദ്യത്തെ ഒരു പരീക്ഷണം തന്നെയായിരുന്നു. അപ്പൊ എത്ര പിന്നെ സഹിക്കാനുള്ള ശക്തി ഉണ്ടെന്നുള്ളത് നോക്കുമല്ലോ. അപ്പൊ ഞാൻ്റെ എല്ലാം ചെറുപ്പത്തില് 4 മണിക്ക് എഴുതേക്കണം, 5 മണിക്ക് അന്ന് വേടം കെട്ടി അമ്പലത്തിൽ പോകണം. 5 മണിക്ക് നട തുറക്കുമ്പോ അവിടെ എത്തും. അപ്പൊ നട തുറന്ന് അടച്ചു പോയെങ്കിൽ ബുദ്ധിമുട്ടായി. പിന്നെ ആ ഭാഗത്തെല്ലാം വേടം പാടണമെങ്കിൽ അമ്പലത്തിനൊരു മാല തരും. ആ മാല ഇട്ടിട്ട് പോയാൽ മാത്രമേ അമ്പലത്തിലെ ഭാഗത്തിൽ ആ അമ്പലവാസികള് പാടിക്കൂല. പക്ഷെ അമ്പലത്തിൽ പോയിട്ടില്ലെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാല് രാവിലെ 5 മണിക്ക് തന്നെ അമ്പലത്തിലെത്തണം. അപ്പൊ കടിക്ക തുറക്കുമ്പോ അവിടെ എത്തി. അപ്പൊ പിന്നെ പാട്ട് കഴിഞ്ഞ് ഉടനെ അവര് മാല കൊണ്ട് അങ്ങ് അടുത്തോട്ട് പോകുന്നു കൂടാ, അങ്ങോട്ട് വീട്ടിൽ പോകാൻ പറ്റില്ല, ഇനി മേലെ നിന്നിട്ടാണ് ഇതെല്ലാം ചെയ്യാം. അത് കഴിഞ്ഞിട്ടാകുമ്പോ അവര് ആ മാലയും കുറച്ച് ചന്ദനവും പുഷ്പാഞ്ജലിന്റെ സാധനങ്ങൾ കൊണ്ടുതരും. അത് വേടനെ തൊട്ട് തരും. ആ മാല കഴുത്തിലിടും. എന്നിട്ടാണ് അമ്പലഭാഗത്ത് ആദ്യം പാടുക. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വലിയ പ്രശ്നമില്ല. ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതെല്ലാം അയച്ചു വെക്കും. അയച്ച് പിന്നെ ആ മാല ഉപയോഗിക്കില്ല. അപ്പൊ പാടിയിട്ടുണ്ടാവും പിന്നെ അത് ഉപയോഗിക്കും. പിന്നെ അമ്പലഭാഗത്ത് നിന്നൊക്കെ പാടി പിന്നെ ഇങ്ങനെ നമ്മുടെ പിന്നെ ഒരു ഏരിയയാണ്, ചെറുജന്മാവകാശത്തിന്റെ ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ പാടി രാത്രി വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 8 മണി 9 മണിയൊക്കെ ആവും അന്നത്തെ കാലത്ത്. അതിനിടയിൽ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ക്ഷേത്രം അമ്പലം എന്ന് പറയുന്നത് ഏത് അമ്പലമാണ്? തൃശ്ശൂർ. അവിടെ കൃഷ്ണന്റെ അടുത്ത് പോയിട്ട് പാടണം. അത് ആദ്യം ചില മുപ്പ് പാടുമെന്ന് പറയാം. ആദ്യം അവിടെ പാടിയാൽ മാത്രമേ മറ്റൊരിടത്ത് പാടാൻ പറ്റൂ. അപ്പൊ ആദ്യം ഭഗവാന്റെ അടുത്ത് പോയി പാടി കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള വീടുകളിലേക്ക് പാടാം. ആ ഒരു പാട്ടൊന്ന് പാടുന്നതില് പാട്ട് പാടുന്ന തരുന്നു. അത് നമ്മളെ ഈ മാരി ഒഴിപ്പിക്കുക, കുട്ടികളുടെ പിന്നെ ഇതൊക്കെ തീർക്കാവുന്ന അതിന്റെ സങ്കല്പം. അതിന് ചുവന്ന കുരിശ് കൂട്ടാൻ വേണ്ടി പറയും. ആ ചുവന്ന കുരിശ് കൂട്ടിയിട്ടാകുമ്പോൾ നമ്മൾ ആ പാടി കഴിയുമ്പോൾ ഇങ്ങനെ കർക്കറിഞ്ഞാറ് ബുക്കുവാറ് വേണമെന്ന് കളിച്ചാറെ പോലെ നെല്ലും മണ്ണും വർദ്ധിച്ചിരുന്ന് ജ്യേഷ്ഠാവാസം പുറം കഴിയുക എന്ന് പാടി വെക്കുമ്പോൾ അവരാ കുരിശി ഒഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് വടക്കോട്ട് മറിയും. അതായത് കുരിശിന് ചില അത് ചോന്ന കുരിശിയാണ്. ചോന്ന കുരിശി വെച്ചാൽ ദേവിക്ക് സമർപ്പിക്കും. ദേവിയുടെ ചോരയാണ്. അപ്പൊ ചോന്ന കുരിശിയാണ്. അപ്പൊ വടക്കോട്ട് അത് മറിക്കുകയും ചെയ്യാം. വടക്കാന്നുള്ള ഭദ്ര, അപ്പൊ ഭദ്രകാന്ത സമർപ്പിക്കുക. അപ്പൊ ആ ജ്യേഷ്ഠാന അങ്ങ് ഒഴിക്കുക. അപ്പൊ അത് അതിനു മുമ്പേ ഒരു പാട്ടുണ്ട്. ആദിശിവൻ പാർത്ഥൻ തപം കൺമാലെഴുന്നള്ളുമ്പോൾ വേഷം പകർന്നു വേട രൂപമായി ചമഞ്ഞു മുന്നം കേശം മുറുക്കി പൊൻ കിരീടം വെച്ചമർത്തു നന്നായി നാഥൻ തിരുമേനിയടച്ചാ പൊൻതിലേകം തൊട്ടുകവരില്ലി മുറിച്ചപ്പോൾ മുറിച്ചാജില്ലി കാണുന്നവർ കണ്ടു ഇളകുന്ന മിഴികൾ രണ്ടും ചേരും കരമാതിയിലിരുമ്പോ കങ്കണങ്ങളിട്ടു
മാറുമറച്ചൂമി ചുവപ്പ് കുപ്പായം പൂണ്ടു കഞ്ചില കെട്ടി കരിവാൾ വെച്ചു വീലി ജട മുന്നിൽ പൊന്നൊരു മാലയും മാല പല മാല പളുങ്ക് കോത്തെറിഞ്ഞു നന്നായി മുല്ലാരി പൂവാണൻ ചമഞ്ഞൂടൻ വേട രൂപവുമായി വില്ലും ചുരികയും ശരക്കോലും കരത്തിയിലേന്തി. അങ്ങനെ ആ പാട്ടിങ്ങനെ കഥയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ചൊവ്വ ബുധനാഴ്ച കിഴക്കങ്ങ് വെളുക്കുന്നേരം ബാലാർജനത്തിനാ കുളിപ്പിക്ക അരിതിരിക്ക വെള്ളി തളികയിലെ നെയ് പകരം തിരികത്തിക്ക മൂട് വലിയ ഒരു മണി മൂറമെടുത്ത് വെക്ക വീട്ടിൽ 3 നന്നാല് നെല്ലിടുക കൊമ്പത്തിടങ്ങനായി ഇരുന്നാ ഉരിയരിയും വെക്ക മാരി പോവാനാ മഞ്ഞളാലും വാരി വെക്ക വീക്കം പോവാനോ വെള്ളരിക്ക വാരി വെക്ക ഉപ്പൊട് ചക്ക ഇളങ്കുരു മങ്കുരു ഉപ്പുമാങ്ങ കായ ഉള്ളി കടുവഞ്ചീരക ഒഴിഞ്ഞു കൊടുക്ക എല്ലാം കൂട്ടി ഒഴിഞ്ഞു കൊടുത്താൽ ഇവിടെ എന്തൊരു നന്മയുള്ളൂ ജ്യേഷ്ഠാവാസം പുറം കഴിയുക എന്ന് പാടുന്നേൻ ശ്രീ ഭഗവതി വിളയാടുക എന്ന് പാടുന്നേൻ. അത് പാടി വെച്ച പാടാന്ന് ഒരു ഗുരുസി കത്തിക്കുക. അന്നേരം ഇങ്ങനെ കിടക്കുന്ന ഞാർമുക്കും ആറുപാടം വന്ന് കളിച്ചാറ് പോലെ നെല്ലും പൊന്നും വർദ്ധിച്ചിരുന്ന് ജ്യേഷ്ഠാവാസം പുറം കഴിയുക. അപ്പൊ ഇതിങ്ങനെ എല്ലാ വീട്ടിൽ നിന്നും അത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ പാടി കഴിയുമ്പോ സന്ധ്യ. അപ്പൊ അതിനായിട്ട് ഈ വേടൻ എന്ന് പറയുമ്പോൾ ആടി വേടൻ എന്ന് പറയുന്നത് ഈ വേടൻ അത് രണ്ട് ഇപ്പം അതിന്റെ ഒരു സംശയങ്ങൾ മാറിയിട്ടില്ല. അതായത് ആടി എന്ന് പറയുന്നത് പെണ്ണാന്നല്ലോ, വേടൻ എന്ന് പറയുന്നത് ആണോ. അത് ശരി. അപ്പൊ ആടി എന്ന് പറഞ്ഞത് ഈ മലയ സമുദായക്കാരുടെ അവര് ആടി. അത് ശരി. അപ്പൊ അതിന് അവര് ജ്യേഷ്ഠനെ കൊണ്ട് കയറ്റുക, ഞങ്ങള് ജ്യേഷ്ഠനെ ഇറക്കും. വേടം വന്നിട്ട് അങ്ങ് ഇറക്കുക, ജ്യേഷ്ഠനെ അവർ കൊണ്ട് കയറ്റുക. അതായത് സങ്കല്പം പറഞ്ഞു. പക്ഷെ അവരിപ്പം പറഞ്ഞത് ആടിയും വേടൻ രണ്ടും ഒന്ന് തന്നെയാന്ന് പറയുന്നത്. അതിപ്പോ ശരിക്കും ആടി അവര് പെൺകുട്ടികളെ കിട്ടും. അതാണ് പല സമുദായക്കാര് പെൺകുട്ടികളെ കിട്ടും. അപ്പൊ ആടി കണ്ടിട്ടുണ്ട്. അവര് അത് പെണ്ണിനെ കിട്ടുന്നതിന്റെ ഉദ്ദേശം തന്നെ ആടി അതാണല്ലോ. അപ്പൊ ജ്യേഷ്ഠയാണ്. അപ്പൊ ജ്യേഷ്ഠനെ കൊണ്ട് കയറ്റുക, ഞങ്ങള് കൊണ്ടിട്ട് ഇറക്കുക. അതാണ് അതിന്റെ സങ്കല്പത്തിൽ നമ്മൾ പറയുന്നത്. ഇത് പരമശിവൻ വേടരൂപം ധരിച്ച് അവര് കാര്യം തന്നെ നമ്മൾ ആ വേട യുദ്ധം കഥയാന്ന് ചെല്ലുക. അന്ന് ഈ ശ്ലോകത്തിന്റെ അർത്ഥം തീർച്ചയായിട്ടും ഈ 4 വയസ്സിലുള്ള കുട്ടിക്ക് ഒരിക്കലും അറിയില്ല. ഇത് മനസ്സിലാക്കാനുള്ള അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഇത് ഒരു ദിവസം അച്ഛൻ ഓരോ വീട്ടിലും മാറി മാറി ചെല്ലും. അത് മാറി പിന്നെ കല്യാണശീലേ കീളി മകളെ നല്ല വിശേഷങ്ങൾ ചൊൽക പാലെ ചൊല്ലുവനെങ്കിലോ കേട്ടുകൊള്ളുക ചൊല്ലേറും അർജുനനായ വീരൻ ശത്രുജനത്തെ ഒഴിപ്പതിനായി അർത്ഥാർണ ചൂടനെ സേവ ചെയ്തു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് വേറൊരു പാട്ട് പാടും. അപ്പൊ ഈ പാട്ട് വെറുതെ എത്ര വീട് ആ വീട് നല്ലത് കേൾക്കൂലെന്ന് അപ്പൊ തന്നെ നമ്മളത് പഠിച്ചെടുത്തു. അന്നത്തെ കാലത്ത് നമുക്കത് ചെറുപ്പകാലമാണല്ലോ. അപ്പൊ അച്ഛൻ പാടുന്നതിനെ ശ്രദ്ധിച്ചു കൊടുക്കും. അതിനനുസരിച്ച് നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ അത് ആ ഒരു സമയത്ത് വെച്ചാൽ നമുക്ക് അതിനെ ആ പാട്ടിനെ നമ്മൾ മനസ്സിലേക്ക് ഇതാണ് ഇതിന്റെ സങ്കല്പം എന്ന് നമുക്കൊരു ബോധം കൂടി. ആടിവേടൻ എന്നൊരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് 2016 ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ട് ഒരു കൊലധാരി എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയായിരുന്നു? പിന്നെ അച്ഛന്റെ കൂടെ തന്നെ തെയ്യത്തിലെല്ലാം പോകും. തെയ്യത്തിൽ പോകുമ്പോൾ വെച്ചാൽ അന്ന് അച്ഛന്റെ ഇളയ മോനുണ്ടായിരുന്നു. ആദ്യത്തെ വെളിയിൽ പതിനൊന്നുണ്ട് മൂപ്പര് ഈടിയ താമസം, അച്ഛന്റെ ഈടിയ താമസം. അപ്പൊ ഈ ബാല്യര് തോറ്റെല്ലാം എഴുതി കൊടുക്കും പഠിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടിട്ട് ഈ ചെല്ലുമ്പോ നമ്മൾ പൊങ്ങന്മാര് കേട്ട് പഠിക്കും. ഞാനും ഇത് പഠിക്കും. പിന്നെ നമുക്കെന്താ വെച്ചാല് ഒരു ദിവസം നമ്മള് ചെറുപ്പകാലത്തെല്ലാം ചെറിയ രാമനാമം ജയിച്ചില്ലെങ്കിൽ അത് ഭക്ഷണമില്ല. അങ്ങനെ ഒരു കാലഘട്ടം ബന്ധമായിട്ട് ചൊല്ലിക്കൊണ്ട് അതിന് ഒരു പ്രഹ്ലാദ സ്തുതിയുണ്ട്. ദുർജടിം ലോകൈകനാഥം നരസിംഹമാർജവ വീരാപരാക്രമവാരിധിം അഗ്നിനേത്രാലോക വ്യാപ്തി ജിഹ്വാമുഖമഗ്നി വിഭൂതി സുരവിണമവ്യം അഷ്ടാഭുജോഷ്മകനന്ദാ വിജൃംഭണം ദുഷ്ടനാശ നഗദന്ധം നമാമ്യഹങ്കോരാഹൃതയോര് ജാനുജങ്ക. ഇത് ചെല്ലിയിട്ടില്ലെങ്കിൽ അന്ന് ഭക്ഷണമില്ല എന്ന് മാത്രമല്ല ഉറങ്ങാൻ വിടൂല. രാത്രി ആയാലും അച്ഛൻ കള്ളാലും കുടിച്ച് വന്നിട്ട് പിള്ളേർ ജയിച്ചിട്ടുണ്ടേ. അന്നേരം ആരൊക്കെ പറഞ്ഞെടുത്തത് ഓൻ ജയിച്ചിട്ടില്ല. അപ്പാട് വിളിച്ചടിയിപ്പിച്ചിട്ട് അത് ജപിച്ചാൽ മാത്രമേ പിന്നെ ഉറങ്ങാൻ വിടൂ. അല്ല ആ ഒരു കാലഘട്ടത്തിൽ സന്ധ്യാനാമം ജപിക്കുവാന്നുള്ളത് നിർബന്ധമാണ്. ഓരോ വീടുകളിലും സന്ധ്യാനാമം നിർബന്ധമല്ലേ. ഇന്ന് അതില്ല. ഇന്ന് ഞങ്ങൾ പ്രസംഗം കെട്ടി വന്നു ഇറങ്ങി കുട്ടികളെ ഒരു ഇതായിരുന്നല്ലോ സ്കൂളിൽ. അപ്പൊ അതുകൊണ്ട് എനിക്കത് പ്രസംഗം കെട്ടി ഞാൻ ഇന്ന് രാമനാമം ജപിക്കുന്ന ഒരു വീട്ടിലെ കുട്ടീന്റെ കൈബന്ധി ചേട്ടെന്ന് ഒരൊറ്റ കുട്ടി കൈബന്ധി കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാം അന്നത്തെ പക്ഷെ അതിൽ ആ ഒരു അച്ചടക്കവും ആ അന്നത്തെ ആ ഒരു ശാസനയും അന്നത്തെ അവരെ ആ ഒരു ശിക്ഷണം അതെല്ലാം കൊണ്ടല്ലേ നമുക്ക് ഇന്നും അത്
അവർ എന്നാ പറയണ്ടത്, നമ്മൾ ആ സമൂഹത്തിന്റെ മുമ്പിൽ നമുക്കത് ചെയ്തു. നമ്മൾ ചെയ്താലേ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ. അല്ല, അന്ന് അടുക്കും ചിട്ടിയോടുകൂടിയുള്ള ഒരു ജീവിതമാണ്. ജീവിതമാണ് ഈ പറഞ്ഞ കൂട്ടെ സന്ധ്യാനാമം ജപിക്കുന്നിടത്ത് സന്ധ്യാനാമം പോയിക്കൂടാ, അതെ അതെ, അങ്ങനെയുള്ള കിട്ടിയാണല്ലോ. അപ്പൊ അന്നത്തെ കാലത്ത് ഇന്ന് കുട്ടികൾ വന്നിട്ടില്ലെങ്കിൽ അവരുടെ പോയി ആ ചങ്ങാതിന്റെ വീട്ടിൽ പോയി. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ ഇന്നത്തെ. ഇന്ന് കുറെ ബന്ധങ്ങളിൽ അകൽച്ച വരാനും ഇതൊരു വീട്ടിലെല്ലാരും എന്താ പറയണ്ട, അച്ഛനും മക്കളും തമ്മിൽ ബന്ധമില്ലല്ലോ. ഇന്നത്തെ കാലസ്ഥിതി അങ്ങനെയല്ലേ. പക്ഷെ ഇതെല്ലാം പണ്ട് ഭാഗവത്തിൽ എഴുതി വെച്ചൊരു കാര്യമാണ്. അതിൽ തന്നെ പറയുന്ന പിതാവ് പുത്രന് വൈരിയായിടും, സുധാ പിതാവിനും പുനരപ്രകാരം, കഥാതി സൗഖ്യം മനുഷ്യർക്കും ഉണ്ടാം, മതം മനുഷ്യൻ വെടിയും ക്രമത്താൻ, ജലം കുറഞ്ഞിട്ട് വരും ധരത്രിയ, കുലം നിനക്കാത്ത വിവാഹം ഉണ്ടാവും. കൃത്യല്ലേ? അന്നത്തെ വ്യാസൻ എന്നുള്ള വേദങ്ങൾ എഴുതി വെച്ചു. പിന്നെ പരാശര മഹർഷിക്ക് ബുക്ക് സ്ത്രീയിലുണ്ടായ ഇതിനാണ് വ്യാസൻ. അപ്പോൾ ആ വ്യാസനാണ് ഇതെല്ലാം വേദങ്ങളെടുത്ത് വ്യാസിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കലിയുഗ വർണ്ണനയും കാര്യങ്ങളൊക്കെ ഓരോ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇന്ന് ഫലവത്താണ്. അതുപോലെ നമ്മളെ ഈ തെയ്യം വിഷയത്തിൽ വരുമ്പം ജ്ഞാനപ്പാനയിൽ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ജ്ഞാനപ്പാനയിൽ അതിലെന്താ പറഞ്ഞു വെച്ചാൽ, കൊലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയിന്നീതോ ചിലർ, സ്ഥാനമാനങ്ങ ചൊല്ലി കലഹിച്ചു നാണം കെട്ട് നടക്കും നീതോ ചിലർ. സത്യല്ലേ? അതെപ്പോഴാ എഴുതി വെച്ചിരുന്നത്? അല്ലേ? അന്ന് ഈ രാഷ്ട്രീയ ഇതൊന്നും ഉണ്ടാവില്ലോ, ഉണ്ടാ. പക്ഷെ ഇത് അന്ന് എഴുതി വെക്കണ്ടെങ്കിൽ അയാളെ ഉൾക്കാഴ്ച ദീർഘവീക്ഷണമാണ്. ബോധം ഭാവി വർത്തമാനം എന്ന് പറഞ്ഞാൽ വർത്തമാനത്തിലേക്ക് ആ ഭാവി എത്തിച്ചിട്ട് ഇതിന്റെ കാല അവസാനത്തിൽ ആടെത്തും. കലിയുഗത്തിൽ ഇത് ആടെത്തും. ഇനിയിപ്പോ വീണ്ടും നമ്മൾ വരുമ്പോഴേ ഈ ക്ഷേത്രങ്ങളിൽ ആദ്യമായിട്ടൊരു കൊലധാരി എന്നുള്ള രീതിയിൽ എത്രാമത്തെ വയസ്സിലായിരുന്നു? ഞാൻ 13ാമത്തെ വയസ്സിൽ ക്ഷേത്രത്തിലല്ല, അച്ഛൻ്റെ നാട്ടിലെ അവിടെ ഈ വയൽത്തറയായിട്ട് പുതിയ ഭഗവതി കെട്ടുണ്ട്. കൊല്ലത്ത് നമ്മൾ കൊണ്ടത്തുംകാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ നിന്ന് അവിടെ നിന്ന് എഴുന്നള്ളിച്ച് വന്ന് അവിടെ പതിയിൽ ഇതൊക്കെ കൊണ്ട് നമ്മള് സാധാരണ വയൽത്തറ വയ്ക്കുമല്ലേ. അപ്പൊ അവിടെ അച്ഛൻ്റെ വീട്ടിൽ നേരെ തായലാണ്. അപ്പൊ തായല വയൽ കണ്ടത്തില ഇത് കഴിക്കും. അപ്പോ പിന്നെ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് തെയ്യമായിട്ട് രംഗത്തേക്ക് പാടാറുകുളങ്ങര വീരൻ ദീപം. അതാണ് നമ്മൾ ആദ്യത്തെ രംഗപ്രവേശം. തെയ്യായിട്ട് അത് അച്ഛൻ അത് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ അന്നും അതിന്റെ ആ കാര്യമായിട്ട് സാധനങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളൂ. എന്നുവെച്ചാൽ തൽക്കാലം ഒന്ന് കെട്ടിക്കാൻ വേണ്ടി മാത്രം. ഇത് എങ്ങനെയുണ്ട് അവന്റെ അവര് ഇത് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ നമ്മളെ ഏകദേശം അച്ഛൻ കാണിച്ചു തന്നതും പിന്നെ നമുക്ക് കണ്ടുപരിചയമുണ്ടല്ലോ. നമുക്ക് അങ്ങനെ നമ്മൾ ഒരു അടിയറേന്റെ ഒരു ഭാഷയുണ്ട്, അടിയറ ഭാഷ. 1000 മണിയറ തുക്കിയാലേ അര വണ്ണാനാവില്ല, ഒരു പ്രമാണമാണ് പണ്ടിലോട്ട്. ഇപ്പം 1000 പിള്ളേർക്ക് വന്നാലേ അരവൈദ്യനാവില്ല, അങ്ങനെ ഒരു പ്രമാണം ഉണ്ടല്ലോ. അപ്പൊ അത് അന്ന് ഇതേപോലെ നമ്മള് കണ്ടിട്ടും കേട്ടിട്ടും 13ാമത്തെ വയസ്സിൽ അച്ഛൻ ആദ്യമായിട്ട് നമ്മളെ കൊണ്ട് വീരന്തിയും കഴിപ്പിക്കണം, ക്ഷേത്രക്കാരുടെ കുഞ്ഞിനെ കൊണ്ട് വീരന്തിയും കഴിപ്പിക്കണം. അപ്പൊ എല്ലാവർക്കും നാട്ടുകാരുടെ ചെറിയ നമ്മളെ ആ പ്രായം അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ആ സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, തെയ്യവും എല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്നാണ് പിന്നെ ഇനി ഇവനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി പിന്നെ ഏതായാലും ആയിട്ടുണ്ട്. ഈ ബാലി യുദ്ധം എന്ന് പറയുമ്പോഴാണ് അത് ബാലി തെയ്യം എന്ന് പറയുന്നത് കാണാൻ വളരെ രസകരമായ ഒരു കഥകളിയായിട്ട് സാമ്യമുള്ള ഒരു തെയ്യമാണ്. എന്ന് വെച്ചാല് നമ്മൾ കാണിക്കുന്ന തേച്ചും ഭാവനയാണ്. നമ്മൾ എന്താന്നുള്ളത് അവര് ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തണം. ബാലി തെയ്യത്തിന് ആ തോറ്റത്തിന്റെ ആശയത്തിൽ ബാലിസുഗ്രീവ യുദ്ധം, പിന്നെ വിഭീഷണൻ പറയുന്ന ചില വാക്കുകൾ, അപ്പോ പിന്നെ ഈ രാമസായകം തറക്കുന്നത്, അപ്പൊ രാമസായകം തറച്ചതിന് ശേഷം പിന്നെ ബാലി പിന്നെ ഭഗവാനോട് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആ ഭാവനയിലേക്കൂടെ നമ്മൾ കാണിച്ചു. അപ്പൊ അതാണ് ബാലിസുഗ്രീവ മായാവിയായിട്ടുള്ള യുദ്ധം, ദുന്നുഭീന്റെ ശിരസ്സെടുത്തെറിയുന്നത്, പിന്നെ ഈ ബാലി ചെയ്യുന്ന കർമ്മങ്ങൾ, ഇതൊക്കെ നമ്മളെ കൃത്യമായിട്ട് നമ്മളെ ഭാവനയിൽ ഉണ്ടാവണം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കുക? അല്ലെ, മുദ്രകളിൽ അതും ചില അത് ആ ബാലിന്റെ ഇതാണ്, ദുന്നുഭീനെ പിടിക്കുന്നതാണ്, അല്ലെങ്കിൽ പിന്നെ മായാവീനെ പിടിക്കുന്ന രംഗമാണ്. അപ്പൊ അതൊക്കെ ജനങ്ങളിലേക്ക് മനസ്സിലാക്കണ്ടെങ്കിൽ അത് നമ്മൾ ഇത് നമ്മളതാവണം, നമ്മൾ മനസ്സിലതാവണം. നമ്മൾ ആ തോറ്റം മനസ്സിൽ ചൊല്ലിക്കൊണ്ട് മാത്രമേ കൃത്യമായി നമ്മൾ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണിച്ചാൽ അതാവുള്ളൂ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ അച്ഛന്റെ പ്രധാനപ്പെട്ട തീം ബാലിയാണ്. അച്ഛൻ ബാലിന്റെ പ്രധാനപ്പെട്ട ബാലിത്തെയ്യങ്ങൾ ഇപ്പം അച്ഛൻ കേട്ടാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു
നമ്മളെ ധർമ്മടത്തിനടുത്ത് പിണറായി ഉണ്ട്. പിണറായി അച്ഛൻ ഉണ്ടാക്കിയ ക്ഷേത്രം പിണറായി പാറപ്പുറത്ത്, വെണ്ടുട്ടായി, മാവിലായി, പിണറായി മുണ്ടയാട്, പിന്നെ ഇവിടെ ഇപ്പൊ കുർമാത്തൂര് അച്ഛന്റെ ക്ഷേത്രമാണ്. പിന്നെ ബെച്ചൂട്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ ബാലി തെയ്യത്തിന് പ്രത്യക്ഷമായിട്ട് കണ്ട സ്ഥലം. അതാണ് ആടെ നമുക്ക് ഇത്രയും കാലം ബാലി കെട്ടേണ്ട ഒരു ഭാഗ്യമുണ്ട്. അതൊരു ഭയങ്കര സംഭവം. അച്ഛനാടെ പോകുമ്പോൾ തന്നെ ആടെ ഒരു കോള് പോലും പറയാൻ പാടില്ല. ഇന്നും ഞാനവിടെ കോള് പറയില്ല. ഈ കഴിഞ്ഞ കാലം ഇപ്പൊ ആ ക്ഷേത്രം കത്തിപ്പോയി, അതവരെ എന്തോ എന്താന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ആ കാലം വരെ, ആ ക്ഷേത്രം നടത്തുന്ന കാലം വരെ ഇന്ന് വരെ ഞാൻ അവരുടെ ഒരു കോളിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു വാക്കിനോ പോക്കിനോ ഇന്ന് വരെ ഒരു ഇതും ഉണ്ടായിട്ടില്ല. അതായത് അവരെ ആദരവ് ഞാൻ പോകും ബാലി നാരായണൻ എന്ന് വിളിക്കുക, ആടെ പോയ ബാലി നാരായണൻ, ഇവിടെ വന്ന മുത്തപ്പൻ നാരായണൻ, പിന്നെ തോട്ടട ഭാഗത്ത് പോയാലും മന്നപ്പൻ നാരായണൻ, പിന്നെ മുച്ചിലോട്ടെത്തുമ്പോൾ നമ്മളെ തിരുമുടിക്കാരനായി, അത് മാറി. ഓഫീസിലെത്തുമ്പോൾ തമ്പാച്ചി എന്നായി. നമ്മളെ പിരിക്കോട് തോട്ടത്തിലെത്തുമ്പോൾ തമ്പാച്ചി എന്ന് വിളിക്കും. തമ്പാച്ചി വന്നിട്ടില്ലെന്ന് ചോദിക്കും. പിന്നെ ചില സ്ഥലത്ത് ഓഫീസിലെത്തുമ്പോൾ കൂടെ പന്നിയൂര് എത്തുമ്പോൾ EP വന്നില്ലെന്ന് ചോദിക്കും. നമ്മൾ ഇനീഷ്യൽ മാത്രമേ പറയൂ. അപ്പൊ ഓരോന്നിലും ഓരോരുത്തരുടെ പേരുകളാണ് പ്രത്യേകമായിട്ട് ഇങ്ങനെ വിളിക്കുന്ന പേര്. അപ്പൊ അങ്ങനെ ബാലിയാനാട്ടം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പോകുമ്പോൾ അവർ കാണിക്കുന്ന ഒരു ആദരവുണ്ടല്ലോ, നമുക്ക് അത് കിട്ടിയാൽ മതി. കോള് വേണമെന്നില്ല. ആ ഒരു ആദരവും അവരുടെ ഒരു ബഹുമാനവും നമ്മളിൽ കാണുമ്പോൾ അത് നമ്മൾ അങ്ങോട്ട് വന്നേ, നമ്മൾ പോയവിടെ അവരെ നമ്മൾ അതിൻ്റെ ആയിരിക്കുന്ന രീതിയിൽ നമ്മൾ അവരെ ബഹുമാനിക്കുന്നു. പക്ഷെ അതിലുപരിയായിട്ട് നമ്മളെ ബാലി നമ്മളെ കുലദൈവമല്ലേ, അതാരാ വന്നിന്, അത് അങ്ങനെ കാണുന്നൊരു വ്യക്തിയാണ്. ഇതാണ് ആട കിയാറ്റൂര്. അപ്പൊ ആട അച്ഛൻ എന്ന് വെച്ചാൽ ബാലിനെ പ്രത്യക്ഷമായിട്ട് അശോകവനം തമ്മിൽ കണ്ടിന്. അതുകൊണ്ടാണ് അച്ഛൻ ആട ഒരു കോളിനോ ഒന്നിനും പറയാൻ പാടില്ല. നിനക്ക് കഴിയുന്ന കാലം വരെ നീ ചെയ്തോളുക. പിന്നെ അതിന്റെ വൈക്ക് വഴിയായിട്ട് ആരെങ്കിലും അതിന് കണക്കായിട്ട് ആൾക്കാരെങ്കിലും ആരെങ്കിലും ഏട്ടൻ്റെ മക്കളോ അല്ലെങ്കിൽ അവരാരെങ്കിലും വരും. അതുപോലെ ഇന്ന് വരെയും ആ തെയ്യം 50 വർഷം പൂർത്തിയാക്കി കഴിച്ചിട്ട് വന്നു. അതിന്റെ നിൽക്കുന്ന സാധനം ഇത് വെച്ചോട്ട് ക്ഷേത്രത്തിന്റെ വകയിൽ അവർ തന്നെ ഒരു പുരസ്കാരമാണ് നമുക്ക്. 50 വർഷം തുടർച്ചയായിട്ട് അവിടെ ബാലി തെയ്യം കിട്ടി. നിസ്സാര കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല, ഒരു കൊല്ലം 2 തെയ്യമുണ്ട്. തലേന്നും പിറ്റേന്നും ഉണ്ട്. കുറെ കാലം ഞാൻ തലേന്നും പിറ്റേ ഞാൻ തന്നെ കഴിക്കിട്ട് വന്നു. അപ്പൊ 50 വർഷം നേരം ഒരു 80-90 തെയ്യത്തിലടിക്കും കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഏറെക്കുറെ അധികവും ഏട്ടൻ്റെ മക്കളുടെ സമയത്ത് ചില ദിവസം മാറ്റും. എല്ലാവരും പെണ്ണാൻ തന്നെ കഴിച്ചു. അപ്പൊ അങ്ങനെയാണ് അവർക്ക് നമ്മള് മാറുമ്പോ അവർക്ക് ഒരു വിഷമം പോലെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പെണ്ണാൻ തന്നെ പെണ്ണാൻ ഇഷ്ടം പോലെ ചെയ്തോ, നമുക്ക് എതിർപ്പൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇത്രയും കാലം 50 വർഷം തുടർച്ചയായിട്ട് എനിക്ക് ബാലി കേട്ട നല്ലൊരു ഭാഗ്യമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അന്നത്തെ കാലഘട്ടത്തിലെ ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ കുടുംബങ്ങളിലും പിന്നെ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ടുകൾ, ഒരു ചാനലിൽ കൂടെ അങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര വിഷമൊരു കാര്യം. ഞാൻ ഇതിനിടയ്ക്ക് പറയേണ്ടി വന്നു പോയി. ഒരു അവസരത്തിൽ നമ്മളൊരു ടൂർ പോകുന്ന സമയത്ത് ഓരോ അനുഭവങ്ങളെ പറ്റി പറയണമെന്ന് പറയും. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാനൊക്കെ അന്നെല്ലാം ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ഭക്ഷണം കിട്ടാത്തൊരു കാലഘട്ടമുണ്ട്. ഭക്ഷണത്തിന് നമുക്ക് അന്ന് അന്നത്തെ നിങ്ങൾക്ക് അറിയാം, മേധാവിത്വം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കല്യാണത്തിന് പോയിട്ട് ഇരുന്നിടത്തുന്നവരെ എണീപ്പിച്ചൊരു ചരിത്രമുണ്ട്. പക്ഷെ അന്നൊന്നും നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പൊ ആയിട്ടുണ്ടാവില്ല, നമുക്ക് ആയിട്ടുണ്ടാവില്ല, തരുമായിരിക്കും. അപ്പൊ എന്നിട്ടും 2 പന്തി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നമ്മളെ വിളിക്കുക. അപ്പൊ ചില സമയം തേച്ചും കറി ഉണ്ടാവില്ല, പിന്നെ ചോറിന് അത്രയും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയെല്ലാം ജീവിച്ചു വന്നൊരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മള് ഇപ്പം ഒരാൾക്ക് പറഞ്ഞാൽ വിശ്വാസം വരില്ല. നമ്മള് കല്യാണ വീട്ടിൽ നിന്നുള്ള അമ്മ പണ്ടെല്ലാം പോയി കഴിഞ്ഞാല് പിന്നെ വെച്ചാൽ നമ്മൾ ഒന്നിച്ചിട്ടുള്ള ചോറുണ്ടാവും, ബാക്കി ചോറൊക്കെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് കഴിച്ചൊരു അനുഭവസ്ഥനാണ് ഞാൻ. അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ശരിക്കും ആ ഒരു കഷ്ടപ്പാട്, ആ ഒരു ദാരിദ്ര്യം ശരിക്കും അനുഭവിച്ചൊരു വ്യക്തിയാണ്. എന്റെ കാര്യം പറയുന്നത്, നമുക്ക് മറ്റുള്ളവരുടെ എന്താണെന്ന് പറയുന്ന കാര്യം ഞാൻ എന്റെ അനുഭവത്തിൽ വെച്ച് പറയുന്നത്. കട്ടൻ ചായക്ക് പഞ്ചസാര ഇടൂല, പഞ്ചസാര ഇല്ല. അന്നത്തെ കാലത്ത് പഞ്ചസാര വെക്കും, എന്നിട്ട് അരി മേടിക്കും. പണ്ട് കാലത്ത് അങ്ങനെയാണ്. റേഷന്റെ പഞ്ചസാര ചായപ്പൊടി കൊടുക്കും, അതിന് അരി മേടിക്കും. എന്നാലെങ്കിലും ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുമല്ലോ എന്നില്ല ഒരു ചിന്ത. പഞ്ചസാര എന്നിട്ട് വെള്ളം വാങ്ങും, വെള്ളം വാങ്ങിയിട്ട് 3 പീസാക്കി തരും. 3 മക്കളാവും. അപ്പൊ വെള്ളം കൊള്ളുക, ഇത് കടിച്ചോളാ തിന്നോളാം. അത് ചക്കരക്കേങ്ങ് പോകും. അന്ന് അമ്മ അച്ഛനെല്ലാം ഈ പറങ്കി കൃഷി നടത്തും. സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് പറങ്കി കൃഷി നടത്തും. അപ്പൊ പറങ്കി കൃഷിന് നടക്കുമ്പോൾ ഇതിന്റെ എല്ലാ അറ്റത്തെല്ലാം ഓരോരു പിന്നെ ചക്കരക്കേങ്ങിന്റെ വള്ളി പോകും. അപ്പൊ ഈ പിന്നെ ഇതിന്റെ വളവിട്ടതില് ഇതിന് നല്ല കിഴങ്ങുണ്ടാവും. അപ്പൊ അതെല്ലാം എന്ന് വെച്ചാൽ ആ പറങ്കി വിൽക്കാൻ പോയ കഥയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചപ്പറങ്കി പറിക്കാൻ പോകണം. അച്ഛനെ പിന്നെ ഉച്ചക്ക് അവര് പറങ്കിയൊക്കെ മണ്ണ് കയറ്റുന്ന സമയത്ത് ഭക്ഷണം കൊണ്ടു പോകണം. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്കത്
പിന്നെ എന്താ പറയുക, ഇന്ന് ഇപ്പം ഞാനവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും സത്യത്തിൽ കണ്ണെന്ന് വെള്ളം വന്നു. ആ ജീവിതം അങ്ങനെയായിരുന്നു. കുട്ടികളോട് ഒന്നും പറഞ്ഞ് നടക്കൂല, വലിയായിട്ട് പറഞ്ഞു നടക്കുക, വലിയ അതിൽ അയാൾ വെറുതെ പറഞ്ഞിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ബോഷ്ക്ക് പറയുന്ന സ്വഭാവം ഇപ്പോഴും പറയുമ്പോ എനിക്കും ആ ഒരു മനപ്രയാസം ഉണ്ടാവുന്നില്ലേ? തീർച്ചയായും. അല്ല, അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അപ്പൊ നമ്മളെ ഒരു പിന്നെ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ ഇപ്പം 4 വയസ്സിൽ ഇപ്പം നമ്മള് പിന്നെ പഠനം കെട്ടി കൊടുക്കുന്ന ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ. അപ്പൊ കുട്ടികളെല്ലാം ഇങ്ങനെ കളിയാക്കും, കീറി ഷർട്ടെല്ലായിരിക്കും, ട്രൗസർ കയറിയിട്ടുണ്ടാവും, ഒരു ട്രൗസർ. അപ്പൊ ഞാൻ രാവിലെ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ പുസ്തകം എങ്ങനെയെങ്കിലും ഇറയത്താടെ ഇടും. അപ്പൊ അമ്മ തോട്ടിൽ അലക്കാൻ പോയിട്ടുണ്ടാവും. അപ്പൊ അവിടെ പോയിട്ട് ഈ തുണിയെല്ലാം എടുത്ത് വെക്കണം. അന്ന് തുണിയലക്കലാണല്ലോ, എല്ലാ വീടുകളിലും തുണി അലക്കി കൊണ്ട് കൊടുക്കുക. അപ്പൊ അലക്കി കൊണ്ട് കൊടുത്താൽ അവിടുന്ന് ഒന്നുകിൽ പൈസ കിട്ടും, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടും. അപ്പൊ ഇത് രണ്ടും എനിക്ക് അറിയാം. പൈസ അമ്മ തരൂല, അപ്പൊ ഭക്ഷണം കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിൽ അന്ന് ഇടുന്ന് ഓടുക. ബെഡത്തോട്ട് പോയി അതെല്ലാം പൊറുക്കി കെട്ടുമ്പോൾ ഒരു ചോന്ന ട്രൗസർ കണ്ടു. അമ്മ ഇതെനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, അയ്യോന്റെ മോനെ അത് അവിടെ കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോ പിന്നെ നമുക്ക് കിട്ടൂലല്ലോ. പക്ഷെ അമ്മ എന്ത് കൊടുത്തു വെച്ചാൽ അവിടെ പോകുമ്പോ ആ പോയ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, എന്റെ മോനെ ഒരു ട്രൗസർ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഇവിടെ ലേശം കീറിയിട്ടുണ്ട്, ചുവന്ന ട്രൗസറാണ്. അപ്പൊ ആ ട്രൗസർ എനിക്ക് കൊടുത്തത്. അപ്പൊ ആ ചുവന്ന ട്രൗസറിന് എനിക്ക് കിട്ടി. പക്ഷെ ഇത് കൊടുത്തിട്ട് ഞാൻ സ്കൂളിൽ പോയപ്പോ ഈ ട്രൗസറുകാരെ കണ്ടുമല്ലോ. അപ്പൊ എന്റെ ട്രൗസറാണ്, നാണക്കടായില്ല, ഇതിനെപ്പുറം വേറെ പറയാനില്ല. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ ഇട്ടുപോയില്ലേ. അപ്പോ പിന്നെ അത് കൊടുത്തതെന്ന് വെച്ചാൽ ഞാനൊന്ന് കീറി ട്രൗസർ വാങ്ങി. പക്ഷെ അത് നമുക്കുണ്ടായ ഒരു അനുഭവം അന്നേരം സമൂഹത്തിന് പിന്നെ ഒന്ന് നമ്മളിപ്പോ ഓണം വിഷു അന്നല്ല ഒരു പുതിയ കുപ്പായിലിടുക, നമുക്ക് അതിനുള്ള ഭാഗ്യമില്ല. നമുക്ക് ഓണം വിഷു നമ്മൾ ഇതിന് പോണേ, ഈ വാർഡനും കെട്ടി പോണം. അന്നത്തെ ദിവസം കുട്ടികളെല്ലാം നല്ല കസവിന്റെ മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥ. പക്ഷെ അന്നും നമ്മളെന്താ കൽപ്പിച്ചു, നമുക്ക് ഇതെല്ലാം ഈശ്വരൻ നമ്മളാ ഇങ്ങനെ ഇതിനായിട്ട് ജന്മം കൊടുത്തല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇന്നിപ്പം ഈ പത്മശ്രീയിലേക്ക് എത്തിയിട്ടുള്ളത്.